ഇറങ്ങിപ്പോ പെണ്ണും പിള്ളേ, നിങ്ങൾ ഒരുത്തിയാണ് തൊലപ്പിച്ചതെന്ന് പത്തനംതിട്ടയിലെ CPMകാർ പൊട്ടിത്തെറിക്കുന്നു. ഇനി പാർട്ടിയുടെ 7 അയലത്ത് കണ്ടേക്കരുത്. ഏതെങ്കിലും ചാനലിൽ വേക്കൻസി ഉണ്ടെങ്കിൽ അവിടെ പോയിരുന്ന് കഥാപ്രസംഗം നടത്തിക്കോ എന്ന് പച്ചയ്ക്ക് വിമർശനം. തോൽപ്പിച്ചതാണ്, നിങ്ങളെ ഞങ്ങൾ തോൽപ്പിച്ചതാണെന്ന് ആറന്മുളയിലെ സഖാക്കളും പറയുന്നു. ലേഡി പിണറായി കളിച്ച് പാർട്ടിയെ മുച്ചൂടും മുടിച്ചവളെന്ന് പൊട്ടിത്തെറിക്കുകയാണ് പ്രവർത്തകർ. വീണ ജോർജ് പങ്കുവച്ച ആ കുറിപ്പ് കൂടി നമുക്കൊന്ന് നോക്കാം. പിന്തുണച്ച എല്ലാവർക്കും നന്ദി. ജയവും പരാജയവും ഒരേ മനസ്സോടെ സ്വീകരിക്കുന്നു. 2016 പുതിയ ആറന്മുള മണ്ഡലത്തിൽ ആദ്യമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത്. അന്ന് 7646 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി. 2021 19,003 ഭൂരിപക്ഷത്തോടെ വിജയം ആവർത്തിച്ചു. 10 വർഷം അങ്ങേയറ്റം ആത്മാർത്ഥമായി സത്യസന്ധമായി മണ്ഡലത്തിന് വേണ്ടി അഴിമതിരഹിതമായി പ്രവർത്തിച്ചു. വികസനം എന്നത് സ്വപ്നം മാത്രമായിരുന്ന ആറന്മുളയെ വികസന സ്വപ്ന സാക്ഷാത്കരിക്കുന്ന മണ്ഡലമാക്കാൻ കഴിഞ്ഞു. എല്ലാ പ്രതിസന്ധികളിലും ഒപ്പം നിന്ന പ്രിയപ്പെട്ടവർക്ക് നന്ദി. ജനവിധി അംഗീകരിക്കുന്നു. ആറന്മുളയിൽ ഈ കാലയളവിൽ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതായിരുന്നു വീണ ജോർജ് പങ്കുവെച്ച ആ ഒരു പോസ്റ്റ്. ഇട്ട പോസ്റ്റിന് താഴെ പൂര തെറിവിളിയും ട്രോളും സഖാക്കളും എടുത്തിട്ട് കുടയുന്നു. ആ കമന്റുകൾ കൂടി നമുക്കൊന്ന് നോക്കണം. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. പത്തനംതിട്ടയിലുള്ള 90% സഖാക്കളും താങ്കളുടെ തോൽവി മാസങ്ങൾക്ക് മുൻപേ പ്രതീക്ഷിച്ചു. ഇതായിരുന്നു ഒരാൾ പങ്കുവെച്ച ഒരു കമന്റ്. CPMകാർ ഉൾപ്പെടെ അവരുടെ തോൽവിക്ക് വേണ്ടി പണിയെടുത്തു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം എന്താണ്? അഹങ്കാരവും ധാർഷ്ട്യവും കൊണ്ട് അങ്ങ് കൊടുമുടിയിലായിരുന്നു വീണ ജോർജ്. എന്തെല്ലാം അഹങ്കാരങ്ങളാണ് ഈ 5 വർഷം വീണ ജോർജ് കാണിച്ചു കൂട്ടിയത് എന്ന് ഇനി വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ഓർത്തെടുക്കുക. നിങ്ങൾക്ക് തന്നെ ഉളുപ്പ് തോന്നും. അമ്മാതിരി കാട്ടിക്കൂട്ടലായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ നാടകം ഇല്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ രക്ഷപ്പെട്ടേനെ കമ്മിണി എന്ന് ഇവരുടെ സഖാക്കൾ തന്നെയാണ് കമന്റുകൾ ഇടുന്നത്. ഇത്രയും അധപതനത്തിലേക്ക് എത്തിയത് നിങ്ങളുടെ കഴുത്തിലിട്ട ബെൽറ്റാണ്. പുച്ഛത്തോടെയാണ് കേരളം അത് കണ്ടത്. അറിവും വിദ്യാഭ്യാസവും ഉള്ള ഒരു ജനതയെ നിങ്ങൾ കളിയാക്കുകയായിരുന്നു. നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും ഓർത്തെടുത്തു നോക്കൂ. ഒരുപാട് സമയമുണ്ടല്ലോ ഇനി. 5 കൊല്ലം വീട്ടിലിരുന്ന് സാവധാനം ഒന്ന് ഓർത്തെടുത്ത് സ്വയം ഇരുന്ന് നാറിക്കോ. അതാ നല്ലത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് KSUകാർ കരിങ്കൊടി കാണിച്ച നേരം താങ്കൾ നടത്തിയ അഭിനയമുണ്ടല്ലോ മേഡം, അത് വെറും തറവേലയായിരുന്നു. നിങ്ങൾ നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരു മുൻ മാധ്യമ പ്രവർത്തകയല്ലേ? രാഷ്ട്രീയക്കാരിയാണെന്ന് കരുതി ഒരു മിനിമം നിലവാരമൊക്കെ വേണ്ടേ? ജനം ഇതൊക്കെ വസ്തുനിഷ്ഠമായി വിലയിരുത്തിയില്ലേ? അതിന് കിട്ടിയ അടിയാണ്. ഏറ്റവും സന്തോഷം തോന്നുന്നു നിങ്ങൾ തോറ്റപ്പോൾ. നിങ്ങളെപ്പോലെ ഇത്രയ്ക്കും രാഷ്ട്രീയമായി അധപതിച്ച ഒരു MLA കേരളത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. ഇനി ദൈവത്തെ ഓർത്ത് അടുത്ത പ്രാവശ്യം മത്സരിക്കരുത്. ഇങ്ങനെയും ചില കമന്റുകൾ. പ്രിയപ്പെട്ട സഖാവേ, 2018 പ്രളയത്തിന്റെ സമയത്ത് ഞാൻ കണ്ട ഒരു സേവനത്തിന്റെ മുഖമുണ്ടായിരുന്നു. ജനങ്ങളെ സേവിക്കുന്ന ഒരു മുഖം. അത് ഞാൻ അന്നത്തെ MLAയുടെ മുഖത്ത് ശരിക്കും കണ്ടതാണ്. ഞാൻ കൂടെ നിന്നറിഞ്ഞതാണ്. ആ അറിവിന്റെ വെളിച്ചത്തിൽ തുടർന്ന് വന്ന ഇലക്ഷന് ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞു, സഖാവിന് വേണ്ടി വോട്ട് പിടിച്ചു. പിന്നീടുള്ള 5 വർഷം സഖാവിന്റെ പെരുമാറ്റത്തിലും രൂപത്തിലും ഭാവത്തിലും എല്ലാം ഉണ്ടായ മാറ്റം ശരിക്കും എന്നെ അതിശയിപ്പിക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും ഈ റിസൾട്ടിനെ പറ്റി എനിക്ക് പറയാനില്ല. ഞാനിത് പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു. അതായത് മന്ത്രി കസേരയിലേക്ക് കയറിയപ്പോൾ വീണ ജോർജ് അടിമുടി മാറി. അഹങ്കാരത്തിന്റെ ഒരു ആൾ രൂപമായി നിങ്ങൾ മാറിയെന്ന് നിങ്ങളെ പിന്തുണച്ചിരുന്നവർ തന്നെ, നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നവർ തന്നെ ഇപ്പോൾ പച്ചയ്ക്ക് പറയുകയാണ്. ആരൊക്കെ ജയിച്ചാലും നിങ്ങൾ ജയിക്കരുതേ എന്ന ഒറ്റ പ്രാർത്ഥന മാത്രമായിരുന്നു. അത് ദൈവം കേട്ടു. കാരണം ഒരാരോഗ്യമന്ത്രി എന്ന നിലയിൽ ലോക പരാജയമായിരുന്നു നിങ്ങൾ. അഭിനയത്തിന്റെ കാര്യത്തിൽ മിടുമിടുക്കിയും. ഇങ്ങനെ മറ്റ് കമന്റുകൾ. ജയിക്കരുതെന്ന് ജനങ്ങൾ ആഗ്രഹിച്ച ഒരു സ്ഥാനാർത്ഥി അഹങ്കാരം കൊണ്ട് പൂത്തുലയുകയായിരുന്നു. കേരളത്തിലെ ആരോഗ്യ മേഖല മുഴുവൻ കുളമാക്കി. ഇതോടെ പെടലി അമ്മായിയുടെ രാഷ്ട്രീയം തീർന്നു. ഭർത്താവിന് ഇത്തിരി ബുദ്ധിയുണ്ട്. അങ്ങേര് പറഞ്ഞു മത്സരിക്കരുതെന്ന്. അമ്മായി ഉണ്ടോ കേൾക്കുന്നു. എന്തായാലും ആറന്മുളയിലെ ജനങ്ങൾക്ക് നന്ദി എന്നും ചില കമന്റുകൾ. ഇടതുമുന്നണിയുടെ ഈ തകർച്ചയുടെ പ്രധാന പങ്ക് നിങ്ങളുടെ കുത്തഴിഞ്ഞ ഭരണത്തിനു കൂടിയുള്ളതാണ്. ആരോഗ്യവകുപ്പ് കുട്ടിച്ചോറാക്കി. KK ശൈലജ ടീച്ചർ വെടിപ്പായി കൊണ്ടു നടന്നിരുന്ന ഒരു മേഖലയെ നിങ്ങൾ ആടപടലം പൊളിച്ചടുക്കി. അഭിനയത്തിന് ജനങ്ങൾ ഉഗ്രൻ അവാർഡ് തന്നു, അത്ര തന്നെ.
ഈരാറ്റുപേട്ടയിലുള്ള ഒരു ഫാമിലി ഹെൽത്ത് സെന്റർ അപ്ഗ്രേഡ് ചെയ്യാൻ പൂഞ്ഞാർ MLA 2 തവണ നിങ്ങളോട് നിയമസഭയിൽ യാചിച്ചതാണ്. ഹൈക്കോർട്ട് ഓർഡർ നിലവിലുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയറിനോട് സംസാരിച്ചത് പാലായിലോ കുറവിലങ്ങാട്ടോ പോയി ചികിത്സിച്ചോളാനാണ്. ദയനീയ മറുപടി. അഹങ്കാരം അത് കൈമുതലാക്കരുത്. അന്ന് കൊടുത്തിരുന്നുവെങ്കിൽ ഇന്ന് പൂഞ്ഞാർ LDF നിലനിർത്തിയേനെ. സ്വയം കുഴി കുത്തി മറ്റുള്ളവരെ കുഴിയിലും ചാടിച്ചു. ഇനി 5 വർഷം വീട്ടിലിരിക്കുക. പ്രിയപ്പെട്ട മന്ത്രി, ഊള സഖാക്കളുടെ വാക്കും കേട്ട് പെടലി പിടിച്ച് കള്ളക്കേസ് ഉണ്ടാക്കിയപ്പോൾ നിങ്ങളുടെ കടയ്ക്കൽ ആദ്യം കുഴി നിങ്ങൾ തന്നെ വെട്ടിയതാണ്. പ്രിയപ്പെട്ട മന്ത്രി, ഊള സഖാക്കളുടെ വാക്കും കേട്ട് പെടലി പിടിച്ച് കള്ളക്കേസ് ഉണ്ടാക്കിയപ്പോൾ നിങ്ങളുടെ കടയ്ക്കൽ ആദ്യ കുഴി നിങ്ങൾ തന്നെ വെട്ടി. അതും കഴിഞ്ഞു. അബിൻ വർക്കിയുമായി ഒരു സംവാദം. അത് കണ്ടപ്പോഴേ തീരുമാനിച്ചു ഏറെക്കുറെ കാര്യങ്ങൾ. എന്തായാലും ആഗ്രഹിച്ച ഒരു തോൽവി. ആടി ഉലയാത്ത കപ്പലിൽ സുനാമി അടിച്ചു, ജനങ്ങൾ അടിപ്പിച്ചു. ഇങ്ങനെ നീളുകയാണ് ഓരോ കമൻറ്റുകളും. ഈ കൂട്ടത്തിൽ ചില കമൻറ്റുകൾ, അതായത് സഖാക്കന്മാർ തന്നെ പങ്കുവയ്ക്കുന്ന കമൻറ്റുകളാണ്. ആറന്മുളയിലും പത്തനംതിട്ടയിലും ഇവർ കാണിച്ച അഹങ്കാരത്തിൻ്റെ കൂടെ മറുപടിയാണ് കിട്ടിയത് എന്ന് അവിടുത്തെ സഖാക്കൾ തന്നെ പച്ചയ്ക്ക് പറയുന്നുണ്ട്. വീണ ജോർജിന് സീറ്റ് കൊടുക്കരുത് എന്ന് ആറന്മുളയിലെയും പത്തനംതിട്ടയിലെയും CPM നേതൃത്വത്തിലെ പലരും പറഞ്ഞതാണ്. അത് കേൾക്കാതെ കൊണ്ടുപോയി സീറ്റ് കൊടുത്തതാണ്. ദേ കിടക്കുന്നു അടപടലം തേഞ്ഞൊട്ടി. CPMനെ കുളം തോണ്ടിയതിൽ വനിതാ നേതാക്കളുടെ പങ്കത്ര ചെറുതൊന്നുമല്ല. കാരണം അധികാരമുണ്ടെന്ന ധാർഷ്ട്യത്തിൽ അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിലായിരുന്നു. പിണറായിയേക്കാൾ വലിയ ധാർഷ്ട്യം കൊണ്ട് കളം നിറഞ്ഞ് ജനങ്ങളെ കൊണ്ട് വെറുപ്പിച്ചു. ഈ കൂട്ടരെല്ലാം കൊമ്പത്തൂന്ന് താഴേക്ക് നടുവും തല്ലിയാണ് വീണത്. എത്ര കൊമ്പത്ത് കയറിയാലും ജനം വിചാരിച്ചാൽ ദേ ഇതുപോലെ നിലം പതിക്കും. ജനകീയത ഉള്ള എത്ര വനിതാ നേതാക്കൾ ഇന്ന് ഈ പാർട്ടിയിലുണ്ട്? ആകെ പറയാനുള്ളത് ഒരു KK ശൈലജ ടീച്ചർ മാത്രമാണ്. ബാക്കിയെല്ലാം കണക്കാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ നടന്ന പാർട്ടി യോഗങ്ങളിലെല്ലാം വനിതാ നേതാക്കളുടെ അഹങ്കാരം ഒരു ചർച്ചാ വിഷയം തന്നെയായിരുന്നു. മുതിർന്ന നേതാക്കൾ പച്ചയ്ക്ക് വിമർശിച്ചു ആര്യയെയും ദിവ്യയെയും ചിന്തയെയും ഒക്കെ. എന്നിട്ടും മാറ്റമുണ്ടായോ? തീയും പുകയും കെട്ട് ഇപ്പോൾ AKG സെന്ററിൽ അടച്ചുപൂട്ടി കിടക്കുകയാണ് കമ്പനികളെല്ലാം. ട്രോളന്മാർക്കും എതിരാളികൾക്കും അറിയേണ്ടത് ആര്യ, ചിന്ത, ദിവ്യ ടീംസൊക്കെ എവിടെയാണെന്നാണ്. അവർ ഇറങ്ങിയാലേ ഒരു ചാകരയുള്ളൂവെന്ന്. തദ്ദേശത്തിൽ കിട്ടിയ അടിയോടെ മുതിർന്ന നേതാക്കൾക്ക് ഒരു കാര്യം മനസ്സിലായി. ലേഡി പിണറായി കളിക്കുന്ന കമ്പനികളെ വളർത്തിക്കൂടാ എന്ന്. പാർട്ടിയുടെ കഴുക്കോൽ ഊരിക്കൊണ്ടു പോകുമെന്ന്. വീണ ഉൾപ്പെടെ ഒരെണ്ണത്തിന് സീറ്റ് കൊടുക്കരുതെന്നും നേതാക്കൾ വ്യക്തമായി പറഞ്ഞു. പക്ഷെ അത് കേൾക്കാതെ വീണയ്ക്കും ബിന്ദുവിനും ഒക്കെ സീറ്റ് കൊടുത്തു. 8 നിലയിലാണ് പൊട്ടി വീണത്. അതിഗംഭീരമായി പാർട്ടി തോറ്റിട്ടും സഖാത്തികളെ പക്ഷേ കാണാനില്ല. ഇപ്പോൾ എല്ലാത്തിൻ്റെയും നാവാട്ടം അങ്ങ് തീർന്നു. മറ്റേത് മാധ്യമങ്ങൾക്ക് മുൻപിൽ എത്തുമ്പോൾ എന്തായിരുന്നു നാവാട്ടം? കഴുത്തിന് ചുറ്റും നാക്കായിരുന്നു. ഇപ്പോൾ പിന്നെ അണ്ണാക്കിലെ പിരിവെട്ടിയിരിക്കുന്നത് കൊണ്ട് ഒരെണ്ണം വാ തുറക്കുന്നില്ല. ദിവ്യയെ ഒന്നും മഷിയിട്ട് നോക്കിയിട്ട് കാണാനില്ല. തളിപ്പറമ്പിൽ PK ശ്യാമള തോറ്റു. ദിവ്യയുടെ ഏറ്റവും വലിയ ചങ്ങാതിയാണ്. ശ്യാമളയെ പാർട്ടിക്കാർ പഞ്ഞിക്കിട്ടിട്ടും ചങ്ങാതിയെ രക്ഷിക്കാൻ പക്ഷേ PP ദിവ്യയെ കാണാനില്ല. നവീൻ ബാബു കേസിൽ ദിവ്യ അറസ്റ്റിലായപ്പോൾ ജയിലിന് മുന്നിൽ കരയാൻ വന്ന ടീംസിൽ ഈ PK ശ്യാമള ഉണ്ടായിരുന്നു. നവീൻ വിഷയത്തിൽ വൻ വിവാദം ഉണ്ടായപ്പോഴും പൊട്ടിത്തെറി ഉണ്ടായപ്പോഴും ദിവ്യയെ പിന്തുണച്ച് വാദിച്ചുകൊണ്ടേയിരുന്നത് ശ്യാമളയും ഗോവിന്ദനും ഒക്കെയായിരുന്നു. എന്നിട്ടും ശ്യാമളേച്ചി തോറ്റു ഭണ്ഡാരമടങ്ങിയപ്പോൾ ദിവ്യ ഒന്ന് രക്ഷിക്കാൻ വന്നില്ലല്ലോ. ആര്യയുടെ ഭർത്താവ് സച്ചിൻ ദേവ് ബാലുശ്ശേരിയിൽ 8 നിലയിലാണ് പൊട്ടി വീണത്. മേയർ ആയിരുന്നപ്പോൾ എന്തിനും ഏതിനും ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരുന്ന ആളാണ്. പക്ഷേ ഭർത്താവിൻ്റെ തോൽവിയിൽ പ്രതികരിച്ച് ഒരക്ഷരം ആര്യ രാജേന്ദ്രനും മിണ്ടുന്നില്ല. ഇപ്പോൾ ആര്യ രാജേന്ദ്രനെ എവിടെ കാണാനും പോലും ഇല്ലല്ലോ എന്നാണ് ട്രോളന്മാർ ചോദിക്കുന്നത്. ബാലുശ്ശേരിയിൽ സച്ചിന് വേണ്ടി ആര്യ പ്രചാരണത്തിനും അങ്ങനെ ഇറങ്ങിയിരുന്നില്ല. ജനകീയത കുറച്ചു കൂടുതലായതുകൊണ്ട് ആര്യയെ പ്രചാരണത്തിന് കൊണ്ടുവരാൻ സച്ചിൻ ദേവ് പോലും തയ്യാറായില്ല എന്നായിരുന്നു ട്രോള്. തിരുവനന്തപുരം കോർപ്പറേഷൻ കൊണ്ട് തൊലച്ച് കോഴിക്കോടിന് വണ്ടി കയറാനിരുന്ന ആര്യയോട് കോഴിക്കോട്ടേക്ക് വന്നേക്കരുതെന്ന് അവിടുത്തെ CPMകാർ തന്നെ പറഞ്ഞിരുന്നു. ചിന്താ ജെറോം പിന്നെ വായിട്ടലപ്പിൻ്റെ ആളാണ്. വാ തുറക്കുന്നതേ വിവരക്കേട് പറയാനാണ്. ലേഡി പിണറായി കളിച്ചിട്ടും കഴുത്തുളുക്കിയ വീണ ജോർജിന് ആറന്മുള സീറ്റ് കൊടുത്ത പിണറായി സഭയെ ഒന്ന് സുഖിപ്പിക്കാൻ നോക്കിയതാ. പക്ഷേ ഒത്തില്ല. ഗോവിന്ദന്റെ ആവശ്യപ്രകാരം ഭാര്യ ശ്യാമളയ്ക്കും സീറ്റ് കൊടുത്തു. വിജയരാഘവന് സീറ്റ് ഇല്ലെങ്കിൽ എന്താ, ഭാര്യ ബിന്ദു ടീച്ചർക്ക് സീറ്റ് കൊടുത്തു. പക്ഷെ എന്നിട്ട് എന്തായി? 8 നിലയിലല്ല 16 നിലയിലാണ് പൊട്ടിയത്. ജനകീയ നേതാവായ ശൈലജ മാത്രമായിരുന്നു തമ്മിൽ ഭേദം തൊമ്മൻ. പക്ഷെ അവരെ പേരാവൂര് കൊണ്ടു നിർത്തി അതിഗംഭീരമായി തോൽപ്പിച്ച് നിയമസഭയ്ക്ക് പുറത്തു നിർത്തി പിണറായി. സഖാത്തികളുടെ കയ്യിലിരിപ്പും CPMനെ തോൽപ്പിച്ച് മൂലക്കിരുത്തിയതിൽ ഏറ്റവും പ്രധാനമാണ്. PP ദിവ്യയെ കേരളം അങ്ങനെയൊന്നും മറക്കില്ല. നവീൻ ബാബു കണ്ണൂർ ADM മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു പുരുഷനും ഗൃഹനാഥനും ഒക്കെ ആയിരുന്നു. ദിവ്യ അത് മറന്നുപോയി. ഒരു കുടുംബത്തെ കുട്ടിച്ചോറാക്കി അവർ.
ഇവരുടെ ഭർത്താവിനെ പാർട്ടി യോഗത്തിൽ സഖാക്കൾ വലിച്ചു കീറിയാൽ ദിവ്യ സഖാത്തി വെറുതെ കേട്ടിരിക്കുമോ എന്നതാ. ക്ഷണിക്കാതെയും വിളിക്കാതെയും അധികാരത്തിന്റെ ഹുങ്കിൽ വേദിയിൽ കയറി വന്ന് നവീൻ ബാബുവിനെ അപമാനിക്കാനുള്ള ലൈസൻസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് ആര് കൊടുത്തു എന്നുള്ള ചോദ്യം അന്ന് ഉയർന്നതാണ്. സർക്കാർ വാഹനത്തിൽ സർക്കാർ ചെലവിൽ പെട്രോൾ ഒഴിച്ച് മുൻ സീറ്റിൽ ഞെളിഞ്ഞിരിക്കുമ്പോൾ ഇവരുടെയൊക്കെ ഒരു വിചാരമുണ്ട്, രാജ്യവും കോടതിയും നിയമവും ഒക്കെ ഇവരുടെ കാൽ ചുവട്ടിലാണെന്ന്. ഇത്തരം ദിവ്യ സഖാത്തികളുടെയൊക്കെ ധാരണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കറങ്ങുന്ന കസേരയിൽ ഇരിപ്പിടം കിട്ടിയാൽ പിന്നെ കാരണഭൂതനേക്കാൾ വലിയ പുള്ളിയാണെന്നാണ്. അഹന്ത മാത്രമല്ല, അഴിമതിയുടെ ആൾ രൂപവും ധിക്കാരത്തിന്റെ പ്രതീകവുമാണ് ഇത്തരം ദിവ്യകളെന്ന് കേരളം തിരിച്ചറിഞ്ഞിരിക്കുന്നു. മാന്യതയും മര്യാദയുമാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകയുടെ മുഖമുദ്രയെന്ന് സഖാത്തികൾ തിരിച്ചറിയണം. സഖാക്കളും ആ ബോധമുള്ളവരായിരിക്കണം. ഭരണം കിട്ടിയാൽ പിന്നെ എന്തുമാകാം എന്ന കാരണഭൂതനെ കണ്ടാണല്ലോ ഇത്തരം സ്ത്രീകളും പഠിക്കുന്നത്. മുൻപ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ ശ്യാമള ആന്തൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരിക്കെ പ്രവാസി സാജനോട് ചെയ്ത കൊടും ചതിയാണ് ആ മനുഷ്യന്റെ ആത്മഹത്യയ്ക്ക് വഴിതെളിച്ചത്. 10 വർഷത്തെ അധികാരം കിട്ടിയപ്പോൾ CPMലെ അറും തെമ്മാടികളുടെയും ഗുണ്ടകളുടെയും നിലവാര തകർച്ചയിലേക്ക് സഖാത്തികളും അധപ്പതിക്കുകയായിരുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദിവ്യ. ധിക്കാരവും അഹങ്കാരവുമായിരുന്നു അവരുടെ മുഖമുദ്ര. നവീൻ ബാബു ആത്മഹത്യ ചെയ്തപ്പോൾ സംഭവത്തെ അപലപിക്കാൻ പോലും സാമാന്യ മര്യാദ കാണിക്കാതെ വേദിയിൽ നടത്തിയ വായ്ത്താളം പിന്നീട് മാധ്യമങ്ങൾക്ക് മുൻപിലും ഇവർ നടത്തുകയായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും ഇന്ത്യൻ നിയമത്തിന് കീഴിലാണ് ജീവിക്കുന്നതെന്നിരിക്കെ CPMലെ ഇത്തരം സഖാത്തിമാർക്ക് അവരുടെ പാർട്ടി കോടതിയാണ് എല്ലാം തീരുമാനിക്കുന്നത് എന്നുള്ളൊരു അഹങ്കാരമാണ്. ശ്യാമളയും ദിവ്യയും ഒക്കെ ഇത്തരത്തിൽ മൂന്നാം കിട തെമ്മാടികളെ പോലെ അഴിഞ്ഞാടിയപ്പോഴും ജനാധിപത്യ മഹിളാ കൂട്ടം എന്ന പേരിലുള്ള സഖാത്തികളുടെ ഒരു സംഘടനയുണ്ടല്ലോ, അവർ വായിൽ പിരിവെട്ടി നിൽക്കുകയായിരുന്നു, ഒരക്ഷരം ഉരിയാടാനില്ലാതെ. ഈ പറയുന്ന സഖാത്തികളുടെ അഴിഞ്ഞാട്ടങ്ങളുണ്ടല്ലോ, അത് മഹാശ്രീമതികളും ശൈലജമാരും സുജാതകളും പോലുള്ള മഹനീയ മഹിതകൾ ഒരിക്കലും അപലപിച്ചിട്ടുമില്ല, തിരുത്തണമെന്ന് പറഞ്ഞിട്ടുമില്ല. ഇതങ്ങ് തുടർന്നോളൂ എന്നുള്ളതായിരുന്നു അവരുടെ നിലപാട്. കൊലയും വെട്ടും തട്ടും കുത്തും നടത്താൻ മടിയില്ലാത്ത CPM തെമ്മാടിക്കൂട്ടം സഖാക്കളേക്കാൾ അധപ്പതിച്ചു പോയിരിക്കുന്നു. ആ കൂട്ടത്തേക്കാൾ, അതായത് ഗുണ്ടാ സഖാക്കളേക്കാൾ അധപ്പതിച്ചു പോയി ഇത്തരത്തിലുള്ള സഖാത്തികൾ. സഖാക്കന്മാരുടെ ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനും മാത്രം കിട്ടിയ അടിയല്ല ഇത്. സഖാത്തികളുടെ നാവാട്ടത്തിനും നാടകം കളിക്കും കൂടി കിട്ടിയ അടിയാണ്. നാടകം കളിക്കാൻ പിന്നെ വീണ ജോർജിനെ കഴിഞ്ഞ് മറ്റാരുമില്ലല്ലോ. ഒരു കൊടി പാറിയാൽ കഴുത്തുളുക്കുന്ന ആളാണ്. പിന്നെ എന്തെല്ലാം നാടകങ്ങൾ, ICUവിൽ വരെ കയറി കിടന്ന നാടകമാണ്. ഗുരുതര പരിക്കേറ്റ കഴുത്തിന് ഗുരുതര പരിക്കേറ്റ വീണ ജോർജിനെ അങ്ങ് കണ്ണൂരിൽ നിന്ന് 10-11 മണിക്കൂർ യാത്രയുണ്ട്. ഒന്ന് ഓർത്തു നോക്കണം. അവരെ അവിടുന്ന് പത്തനംതിട്ടയിലേക്ക് കാറിൽ കൊണ്ടുവന്നു. എന്നിട്ടും പറഞ്ഞത് എന്താണ്? ഗുരുതര പരിക്ക്. വീണ ജോർജിൻ്റെ കഴുത്ത് പിടിച്ച് തിരിച്ചൊടിച്ചു, കഴുത്തുളുക്കി, മാരകായുധവുമായി കൊല്ലാൻ ആക്രോശിച്ചെത്തി. എന്തൊക്കെ നാടകമായിരുന്നു നിങ്ങൾ കളിച്ചത്? നിങ്ങൾക്ക് തന്നെ ഉളുപ്പ് തോന്നുന്നില്ലേ? വീണ ജോർജ് ഇനിയിപ്പോൾ ആ ദൃശ്യങ്ങളൊക്കെ ഒന്ന് എടുത്തു വെച്ച് നോക്കുന്നത് നന്നായിരിക്കും. കാരണം നിങ്ങൾക്ക് ഒരു ലേശം ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഇനി കേരളത്തിൻ്റെ പൊതുമധ്യത്തിലേക്കേ വരത്തില്ല. കാരണം അമ്മാതിരി നാടകം കളിയാണ് നിങ്ങൾ കളിച്ചത് ആ ഒരു ദിവസം. അത് തന്നെയാണ് നിങ്ങളുടെ അധപതനത്തിന് വഴിവെച്ചതും. എന്തായാലും ചോദിച്ചു മേടിച്ച അടിയാണ്. ഇനി സഖാത്തികൾക്ക് തലപൊക്കാൻ കഴിയാത്ത വിധം CPMലെ മറ്റ് നേതാക്കൾ ചില കട്ടായം തീരുമാനങ്ങൾ എടുക്കും. ഇതുവരെ പിണറായിയുടെ അഹങ്കാരത്തിൽ അങ്ങ് ഞെളിഞ്ഞ് നടക്കുകയായിരുന്നല്ലോ. ഇനി അതത്ര എളുപ്പമായിരിക്കില്ല. സഖാത്തികളൊന്ന് ഒതുങ്ങും, അല്ലെങ്കിൽ പാർട്ടിക്കാർ ഇതുപോലെ ഒതുക്കും.